ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പശ്ചാത്തലം അടുക്കളയായത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കലാപരിപാടിയാണ് കുക്കിംഗ്. ഞാൻ മാത്രമല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരണ്ടലിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ലിജോപ്പൻ. കണ്ടോ, വാട്ട് എ ബ്യൂട്ടിഫുൾ. അവന്റെ പേര് പോലെ തന്നെ അർത്ഥമാക്കുന്ന ഒരു ഭക്ഷണമാണ് അവൻ ചിരണ്ടുന്നത്, കിഴങ്ങ്. അടുത്തത് എന്റെ മാസ്റ്റർ ഡിഗ്രി എടുത്ത ഇളക്കുകാരൻ കെട്ടിയോൻ. അടുക്കള ഫോണുമായിട്ട് ഞെക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. ഇളക്കുന്നെങ്കിൽ ഇളക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ജസ്റ്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളക്കുകാരനാണ്, ഒരു ഇളക്കം പിടിച്ചവനാണ്. നമ്മൾ എന്തുണ്ടാക്കുന്നു അസിസ്റ്റന്റ് ഷെഫ്? ഉണ്ടോ ഈ ജസ്റ്റിനെ അടുക്കള കയറ്റാൻ കൊള്ളും? നിങ്ങൾ പറ. കൈ തീരടി വെക്കൂല, ഫോണിലാണ് ഫുൾ ടൈം. വെച്ചു പുറത്തു പോകൂ. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ച സമയമൊക്കെ അല്ലേ, ഇച്ചിരി സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന്. ഇത് മാർക്ക് ആൻഡ് സ്പെൻസറിൻ്റെ ആണ്, ലെമണേഡാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ജസ്റ്റിക്ക് ഈ ലെമണേഡ് സാധനങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റിക്കൊരു നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പണ്ട് നമ്മുടെ വീട്ടിലൊരു നാരകം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എല്ലാ ദിവസവും നാരങ്ങയായിരുന്നു. അപ്പോൾ വീട്ടിൽ ആര് ഗസ്റ്റ് വന്നാലും മമ്മി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുവേ. ഇവിടെ നിന്നൊക്കെ നമ്മൾ ടാങ്ക് വാങ്ങിച്ചുകൊണ്ട് വരില്ലേ, അപ്പം മമ്മി പറയും ടാങ്ക് ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരണ്ട, അതൊന്നും കലക്കണ്ട, അതൊക്കെ വിഷമാണ്, നാരങ്ങ ഫ്രഷ് നാരങ്ങ പിഴിഞ്ഞ് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ ഇപ്പം ആ നാരങ്ങ ഇല്ല, നാരകം ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കേട്ടോ അടുക്കളയിൽ ഇത്ര ആളും ബഹളവും പരിവാരങ്ങളും ഒക്കെ. അതിപ്പോൾ ലിജോപ്പൻ ഉള്ളതുകൊണ്ടാണ്, അല്ലെ ജസ്റ്റ് മോൻ വരത്തൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുമ്പം അതൊരു പ്രത്യേക രസവും ഒരു സുഖമല്ലേ അല്ലേ. നമ്മൾ ഈ അടുക്കളയിൽ കിടന്ന് എന്താ പറയുക, എത്രയൊക്കെ അടുക്കളപ്പണി ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരാൾ തന്നെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതൊരു കഷ്ടപ്പാട് തന്നെ, കുറേ സമയം എടുക്കും. പക്ഷെ നമ്മളോട് ആരെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാനുണ്ടെങ്കിൽ എന്ത് പെട്ടെന്ന് സമയം പോകും അല്ലേ. ഞാൻ ജസ്റ്റിയോട് ഇടയ്ക്കൊക്കെ പറയും, ജസ്റ്റ് വന്ന് എന്നോട് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കും. അടുക്കളയിൽ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് വേണേൽ ജസ്റ്റിക്ക് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ പുള്ളി അതൊന്നും ചെയ്യാൻ. ഒരു പക്ഷേ ജസ്റ്റിയുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ജസ്റ്റിക്ക് ലിവിങ് റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടെ ഇരുന്ന് TV കാണുന്നതും ഒക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ലിജോപ്പൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവൻ എപ്പോഴും അടുക്കളയിലുണ്ടാവും എൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ്. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെന്താണ് മീൻകറിയുണ്ട്, അങ്ങനത്തെ നാടൻ സാധനങ്ങളൊക്കെയാണ്. ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഓർക്കുമ്പം ഞാൻ പണ്ട് ഞങ്ങളുടെ സ്കൂളിലെ ടിഫിൻ ഓർമ്മ വരും. മിക്ക ദിവസം ആഴ്ചയിൽ ഒരു ദിവസം കാണും ഉരുളക്കിഴങ്ങ് മെഴുക്ക്. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരാണ്ട് ചോദിച്ചത്, ലിറ്റി നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറി ഒന്നും വെക്കാറില്ലേ എന്ന്. ഇതിപ്പോൾ ലിജോ ഉള്ളതുകൊണ്ടാട്ടെ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ഉണക്കപ്പയർ തോരനൊക്കെ, കാരണം അവന് ഭയങ്കര ഇഷ്ടം ഇമാതിരി സാധനമൊക്കെ. ചുമ്മാ അല്ല ജസ്റ്റ് പറയുന്നതല്ലേ, ആങ്ങളെ വന്നു കഴിയുമ്പോൾ ആങ്ങളോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അപ്പം ശരി, എന്നാൽ പോയിച്ചു വരാം.